രജിത്, ഈ ചൈനയിലെ ഉയ്ഗുർ മുസ്ലിങ്ങൾ നിരന്തരമായ ക്രൂരപീഡനങ്ങൾക്ക് വിധേയരാവുകയാണെന്ന് വർഷങ്ങളായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ വംശഹത്യയുടെ ഭാഗമായി ഈ പുരുഷന്മാരെ വന്ധ്യംകരണം ചെയ്യുന്നു എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട്. പക്ഷേ ആ, അതിനോട് നമുക്കറിയാം, താലിബാൻ അവരുടെ ഒരു നിലപാടെന്നാണെന്ന് അറിയാം. പക്ഷേ താലിബാനും മിണ്ടിയിട്ടില്ല. മാത്രമല്ല, ശ്രീജിത്ത് എന്ന ഒരു പോസ്റ്റ് ഇട്ടുണ്ടായിരുന്നു FB-യിൽ. ആ ഒരു രീതിയിൽ ഒരു പ്രതികരണങ്ങൾ വരാത്തത് ഏത് സാഹചര്യത്തിലാണ്? കടുത്ത സെൻസറിങ് അവിടെ നടക്കുന്നുണ്ടാണ് ചൈനയിൽ. ലക്ഷ്മി, ചൈനയിൽ കടുത്ത സെൻസറിങ് ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം. ചൈന ഒരു ജനാധിപത്യ രാജ്യമാണ് എന്ന് അവകാശപ്പെടുന്ന ചില കമ്മ്യൂണിസ്റ്റുകളൊക്കെ നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷേ സത്യത്തിൽ ചൈനയിൽ എത്രത്തോളം സ്റ്റേറ്റ് സ്പോൺസേഡ് സെൻസറിങ് വാർത്തകൾ ചൈനയെക്കുറിച്ച് പുറത്തു വരുന്നതിൽ പോലും ഉണ്ട് എന്നതിനെപ്പറ്റി നമുക്കറിയാം. പലപ്പോഴും സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കുന്ന മാധ്യമങ്ങൾക്ക് അവിടെ അനുമതിയില്ല. സ്റ്റേറ്റ് സ്പോൺസേഡ് ആയിട്ടുള്ള, സ്റ്റേറ്റിൻ്റെ നിയന്ത്രണത്തിലുള്ള, സ്റ്റേറ്റ് സാനിറ്റൈസ് ചെയ്തതിന് ശേഷം മാത്രം പുറത്തേക്ക് വാർത്തകൾ വിടുന്ന ഒരു സംവിധാനമാണ് ചൈനയിൽ എന്നുള്ളത് നമുക്കറിയാം. ഇപ്പോൾ ഇന്ത്യയോളം ജനസംഖ്യയുള്ള ഒരു രാജ്യം, വളരെ വിശാലമായിട്ടുള്ള ഒരു രാജ്യം, വളരെ ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു രാജ്യം, ആ രാജ്യത്തെ ജനങ്ങൾ എന്താണ് ചിന്തിക്കുന്നത് എന്നോ അവർക്ക് മറ്റുള്ള ആൾക്കാർ, ഇപ്പോൾ നമ്മൾ ഈ പറയുന്ന പോലെയുള്ള ഒരു ഗ്ലോബലൈസേഷൻ്റെ ഒക്കെ ഭാഗമായിട്ട് മറ്റുള്ള ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ആൾക്കാർക്ക് കിട്ടുന്ന രീതിയിലത്തേക്കുള്ള സൗകര്യങ്ങളാണോ അവർക്ക് കിട്ടുന്നത്, അതോ അവർക്ക് സ്പെഷ്യലായിട്ടുള്ള സൗകര്യങ്ങളാണോ, ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ തന്നെ ഒരു പാരലൽ വേൾഡാണ് ചൈനയിൽ നിലനിൽക്കുന്നത് എന്നുള്ളത് നമുക്കറിയാം. അത് ഇലക്ട്രോണിക്സിൻ്റെ കാര്യത്തിലാണെങ്കിലും ആപ്പുകളുടെ കാര്യത്തിലാണെങ്കിലും ഈവൻ അവരുപയോഗിക്കുന്ന ഫോണുകൾ, അതിലെ സോഫ്റ്റ്വെയറിൻ്റെ ഒക്കെ കാര്യത്തിൽ അങ്ങനെയാണ് എന്നുള്ളത് നമുക്കറിയാം. അവർ അഡ്വാൻസ്ഡ് ആയിരിക്കുമ്പോൾ പോലും മറ്റുള്ള ആൾക്കാർ ഉപയോഗിക്കുന്ന പല സംവിധാനങ്ങളും, നമ്മളിപ്പോൾ പറയുന്ന പോലെ ഗൂഗിൾ തുടങ്ങിയ കാര്യങ്ങളൊന്നും തന്നെ ഉപയോഗിക്കാനായിട്ട് സ്റ്റേറ്റ് അവരെ അനുവദിക്കുന്നില്ല എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ അതിലെന്തെങ്കിലും ഭാഗികമായിട്ടുള്ള സെൻസറിങ് അല്ല, മറിച്ച് വളരെ സ്പെസിഫിക് ആയിട്ട്, വളരെ പർട്ടിക്കുലർ ആയിട്ട് അവരുടെ ജനത ഇത് മാത്രം ഉപയോഗിച്ചാൽ മതി എന്ന രീതിയിലത്തേക്കുള്ള കർശന നിയന്ത്രണമുണ്ട്. അതുകൊണ്ട് തന്നെ സർക്കാരിന്, പ്രത്യേകിച്ച് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് താല്പര്യമില്ലാത്ത രീതിയിലത്തേക്കുള്ള വാർത്തകൾ അവിടെ ഒരു തരത്തിലും അവിടെ പ്രചരിപ്പിക്കപ്പെടാതിരിക്കാൻ വേണ്ടി കൂടി അവർ ശ്രദ്ധിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ തന്നെ ഇടയ്ക്ക് കണ്ടതാണ് ഈ ടിയാനൻമെൻ സ്ക്വയറിനെ പറ്റിയൊക്കെയുള്ള വാർത്തകളൊക്കെ ചൈനയിൽ ഒരു സെർച്ച് എഞ്ചിനിൽ അന്വേഷിച്ച് കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട് പോസിറ്റീവായിട്ടുള്ള വാർത്തകൾ മാത്രമേ കിട്ടുകയുള്ളൂ. അപ്പോൾ സർക്കാരിൻ്റേതായിട്ടുള്ള എല്ലാ കാര്യങ്ങളെ പറ്റിയും വളരെ സാനിറ്റൈസ് ചെയ്തതിന് ശേഷം മാത്രം വിവരങ്ങൾ പുറത്തുവിടുന്ന ഒരു ബ്ലാക്ക് ഹോൾ പോലെയാണ് ഇൻഫർമേഷൻ്റെ കാര്യത്തിൽ ചൈന എന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ചൈനയിലെ ഉയ്ഗുർ മുസ്ലിങ്ങളോട് എങ്ങനെയാണ് വംശീയമായിട്ടുള്ള ഒരു വിവേചനം ചൈന കാണിച്ചിരിക്കുന്നത് എന്നതിനെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് എല്ലാവർക്കും അറിയാം. ചൈനയിലെ ഒരു മൈനോറിറ്റി തന്നെയാണ് അവിടെയുള്ള മുസ്ലിങ്ങൾ. പക്ഷേ ആ ഉയ്ഗുർ മുസ്ലിങ്ങളോട് വളരെ മോശമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റാണ് അവർ പൊളിറ്റിക്കലായിട്ടാണെങ്കിലും പിന്നെ മനുഷ്യത്വപരമായിട്ടാണെങ്കിലും അവർ സ്വീകരിക്കുന്നത് എന്നതിനെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് മുമ്പ് തന്നെ റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഒരുപക്ഷെ ഇത് വീണ്ടും ചർച്ചയാകുന്നതിൻ്റെ ഒരു സാഹചര്യം മനോരമ തന്നെ തയ്യാറാക്കിയിരിക്കുന്ന ഒരു റിപ്പോർട്ടിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. പക്ഷേ ഇത് ആദ്യമായിട്ടല്ല ഇങ്ങനെ ഒരു മാധ്യമം അവരെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യുന്നത്. ചുരുങ്ങിയത് കഴിഞ്ഞ ഒരു 7-8 വർഷമായിട്ട് വളരെ കൃത്യമായിട്ട് ഉയ്ഗുർ മുസ്ലിങ്ങൾക്ക് ഈ രീതിയിലത്തേക്കുള്ള വളരെ മോശമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഫ്രം ബാഡ് ടു വേഴ്സ് ആണ് അവിടെ ചൈനയിൽ നടക്കുന്നത് എന്നതുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. പക്ഷേ ആ റിപ്പോർട്ടുകൾക്കൊക്കെ തന്നെ എത്രത്തോളം ആധികാരികത അവകാശപ്പെടാമെന്ന് ചോദിച്ചാൽ ചൈനയിലെ ഏതെങ്കിലും ഒരു ഇൻഡിപെൻഡൻറ്റ് ഏജൻസിക്ക് അതിനെ വെട്ടി ചെയ്തിട്ട് പറയാനായിട്ട് സാധ്യമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലായ്പ്പോഴും ചൈനയെ ഡിഫെൻഡ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇത് തെറ്റായിട്ടുള്ള ഇൻഫർമേഷനാണ് എന്ന് പറഞ്ഞ് ചൈനയെ ന്യായീകരിക്കാനുള്ള ഒരു സ്കോപ്പ് അവിടെ ഉണ്ട് താനും. ഇതിലേറ്റവും പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഉയ്ഗുർ മുസ്ലിങ്ങൾ എന്ന് പറയുമ്പോൾ സൈസബിൾ ആയിട്ടുള്ള ഒരു പോപ്പുലേഷൻ അവിടെ ഉണ്ട്, ഉയ്ഗുർ മുസ്ലിങ്ങൾ. പക്ഷേ അങ്ങനെയുള്ള ആൾക്കാർക്ക് മറ്റുള്ള ജനതയ്ക്ക് കിട്ടുന്ന രീതിയിലത്തേക്കുള്ള സ്വാതന്ത്ര്യം കിട്ടാതെ, മതസ്വാതന്ത്ര്യം കിട്ടാതെ, ജീവിത സ്വാതന്ത്ര്യം കിട്ടാതെ എല്ലാ രീതിയിലും അടിച്ചമർത്തപ്പെട്ട് കഴിയുകയാണ്. അതായത് വംശീയമായി തന്നെ ഒരു സെക്കൻഡ് ക്ലാസ് അല്ലെങ്കിൽ തേർഡ് ക്ലാസ് സിറ്റിസൺസ് ആണവർ എന്ന രീതിയിലത്തേക്കാണ് അവരെ പരിഗണിക്കുന്നത് പോലും. അപ്പോൾ 2017 മുതൽ തന്നെ കുറേയധികം ഇൻഡിപെൻഡൻറ്റ് റിസർച്ചേഴ്സും മറ്റും ചൈനയിൽ ഈ ഉയ്ഗുർ മുസ്ലിങ്ങൾക്ക് ഏത് രീതിയിലത്തേക്കുള്ള ട്രീറ്റ്മെൻറ്റാണ് ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് എന്നതിനെ സംബന്ധിച്ച് റിപ്പോർട്ടുകൾ പുറത്തു കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു തുടർച്ചയാണ് ഒരുപക്ഷെ ഈ റിപ്പോർട്ട് മനോരമയിൽ വന്നിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ തന്നെയാണ് അതിൽ വന്നിരിക്കുന്നത്. അവർ പ്രധാനമായിട്ട് അവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇവരുടെ വംശം വർദ്ധിക്കുന്നതിനെ തടയുക എന്നുള്ളതാണ്. അപ്പോൾ ബർത്ത് കൺട്രോൾ എന്നുള്ളതാണ് അവർ ഏറ്റവും പ്രധാനമായിട്ട് നടത്തുന്നത്. അപ്പോൾ ഒരു സ്റ്റേറ്റിൻ്റെ ഒരു മൊത്തത്തിലുള്ള ഒരു പോളിസി ആയിരുന്നുവെങ്കിൽ അത് രാജ്യത്ത് മൊത്തത്തിലാണ് നടപ്പാക്കേണ്ടത്. ഇപ്പോൾ നമ്മുടെ രാജ്യം പോലും ആ ഒരു രീതിയിലത്തേക്ക് ചിന്തിക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം. അതായത് പ്രധാനമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ വിഭവങ്ങൾ നമ്മുടെ ജനതയ്ക്ക് മാത്രമായി കൊടുക്കുക എന്ന് പറയുമ്പോൾ പോപ്പുലേഷൻ കൺട്രോൾ ചെയ്തിട്ട് ആ വിഭവങ്ങൾക്ക് ആനുപാതികമായിട്ടുള്ള ജനത തന്നെയാണ് ഇവിടെ ഉണ്ടാകേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു പോളിസി മേക്കിങ്ങിലേക്കൊന്നും തന്നെ നമ്മൾ പോയിട്ടില്ല എന്നുള്ളതറിയാം. പക്ഷേ പോപ്പുലേഷൻ കൺട്രോൾ എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ് പോളിസി ആയിട്ട് നമ്മൾ വർഷങ്ങളായിട്ട് തന്നെ കണ്ടുകൊണ്ട് വിവിധ സംസ്ഥാനങ്ങൾ, ആരോഗ്യ വകുപ്പൊക്കെ തന്നെ അതുമായി ബന്ധപ്പെട്ട് വിവിധ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നുണ്ട്. അത് ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന് മാത്രമായിട്ടുള്ളതല്ല, മറിച്ച് ബ്രാഹ്മണനായാലും നായരായാലും
ക്രിസ്ത്യൻ ആയാലും മുസ്ലിം ആയാലും ഈഴവനായാലും ആരായാലും ഒരേ രീതിയിലത്തേക്കുള്ള പോളിസിയാണ്. അതിൽ തന്നെ പലപ്പോഴും നമ്മുടെ നാട്ടിൽ തന്നെ കണ്ടിട്ടുണ്ട്, നാം രണ്ട് നമുക്ക് രണ്ട്, നാം ഒന്ന് നമുക്കൊന്ന് എന്നൊക്കെ പറഞ്ഞിട്ട് എങ്ങനെയാണ് ബർത്ത് കൺട്രോളിനെ അവർ പ്രൊമോട്ട് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതെല്ലാ വിഭാഗം ജനങ്ങൾക്കുമാണ് എങ്കിൽ ചൈനയിൽ സംഭവിക്കുന്ന അതല്ല. ചൈനയിൽ സംഭവിക്കുന്നത് ഉയ്ഗൂർ മുസ്ലിങ്ങൾക്ക് മാത്രമായിട്ട് പ്രത്യേകമായിട്ടുള്ള അവരുടെ ജനന റേറ്റ് എത്രയാണ്, അതിൻ്റെ തോത് എത്രയാണ്, അതിനെ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വളരെ ടാർഗറ്റഡ് ആയിട്ടുള്ള ഒരു പരിപാടിയാണ് അവിടെ നടക്കുന്നത്. അത് തന്നെ നടക്കുന്നത് ഇവരുടെ പോപ്പുലേഷൻ, ഈ മുസ്ലിം മൈനോറിറ്റിയുടെ പോപ്പുലേഷൻ കൂടുതലുള്ള സ്ഥലങ്ങളിലാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഷിൻജിയാങ് എന്ന് പറയുന്ന ഒരു പ്രവിശ്യയുണ്ട്, അതേപോലെ തന്നെ അവിടെ ഹോട്ടൻ എന്നുള്ള ഒരു പ്രവിശ്യയുണ്ട്. ഇങ്ങനെയുള്ള കുറേയധികം പ്രവിശ്യകളിൽ വളരെ കൃത്യമായിട്ട് ഇവരിത് നടപ്പാക്കുകയാണ്. അതായത് സ്റ്റേറ്റ് സ്പോൺസേഡ് ആയിട്ട് തന്നെ ഇവർ ഈ ഒരു പരിപാടി അവിടെ നടപ്പാക്കുകയാണ്. ആ നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പുറത്തു വന്നിരിക്കുന്ന ചില റിപ്പോർട്ടുകൾ അനുസരിച്ച് കഴിഞ്ഞ 10 വർഷത്തോളമുള്ള പീരീഡിൽ, അതായത് 2015 ശേഷം ഇങ്ങോട്ട് പരിഗണിച്ചു കഴിഞ്ഞാൽ ഉയ്ഗൂർ മുസ്ലിങ്ങൾക്ക് ചൈനയിൽ അവരുടെ ഏറ്റവും കൂടുതൽ പ്രസൻസ് ഉള്ള അതായത് ഈ മൈനോറിറ്റി ആയിട്ടുള്ള ഉയ്ഗൂർ മുസ്ലിങ്ങൾ മെജോറിറ്റിയായി താമസിക്കുന്ന റീജിയൻസ് ഉണ്ട്. നേരത്തെ പറഞ്ഞിരിക്കുന്നത് പോലെയുള്ള റീജിയനുകളിൽ 60% അവരുടെ ജനസംഖ്യ കുറഞ്ഞിരിക്കുന്നതെന്നാണ്. അതായത് 2015 ഒരു പ്രവിശ്യയിൽ 100 പേരുണ്ടായിരുന്നുവെങ്കിൽ അതിൻ്റെ 60% കുറഞ്ഞിട്ട് ഇപ്പോൾ 40 മാറിയിട്ടുണ്ട് എന്നാണ്. അത് വളരെ അലാമിംഗ് ആയിട്ടുള്ള കണക്കാണ്. ചൈനയിലെ പോപ്പുലേഷൻ കൺട്രോൾ ചെയ്യേണ്ടതിൻ്റെ ആവശ്യകതയുണ്ട്, പക്ഷേ അത് വംശീയമായിട്ട് ഒരു പ്രത്യേക വിഭാഗത്തിലുള്ള ആൾക്കാരെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് ആ മുസ്ലിം പോപ്പുലേഷൻ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് അവർ നടത്തുന്നത്. ഇത് പുരുഷന്മാരെ മാത്രമല്ല, ഇപ്പോൾ മാസ് സ്റ്റെറിലൈസേഷൻ എന്ന രീതിയിലത്തേക്ക് അവർ നടത്തുന്ന സമയത്ത് പുരുഷന്മാർക്ക് മാത്രമല്ല, ഇത് സ്ത്രീകൾക്ക് നടത്തുന്നുണ്ട്. സ്ത്രീകൾ ഇതിൽ വിസമ്മതിക്കുന്ന ആൾക്കാരെ ഡിറ്റൻഷൻ സെൻ്ററുകളിലേക്കാണ് മാറ്റുന്നത്. അപ്പോൾ പോളിസി എൻഫോഴ്സ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഡിറ്റൻഷൻ സെൻ്ററിൽ നിന്ന് നിങ്ങൾക്ക് പുറത്തു വരണമെങ്കിൽ നിങ്ങൾ ഇത്തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റിന് വിധേയമായതിനു ശേഷം മാത്രമേ നിങ്ങൾക്ക് വരാൻ കഴിയൂ എന്ന രീതിയിലത്തേക്ക് പറയുമ്പോൾ അങ്ങേയറ്റത്തെ മനുഷ്യാവകാശ ലംഘനം കൂടി അവിടെ വരുന്നുണ്ട്. ഒരു വ്യക്തിക്ക് സ്വന്തം താല്പര്യപ്രകാരം ജീവിക്കാനുള്ള ഒരു അതിനെപ്പോലും ആ സ്വാതന്ത്ര്യം പോലും അനുവദിക്കാത്ത രീതിയിലത്തേക്ക് ആ ഭരണകൂടം മാറുന്നുണ്ട്. അത്രത്തോളം ഏകാധിപത്യം, അത്രത്തോളം സ്വേച്ഛാധിപത്യം, അത്രത്തോളം ആൾക്കാരുടെ ഇൻഡിവിജ്വൽ റൈറ്റ്സിന് വില നൽകാത്ത ഒരു രാജ്യമായിട്ട് ചൈന മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രശ്നം അന്താരാഷ്ട്ര രംഗത്ത് ഒരുപക്ഷെ ചെറിയ ചില വിമർശനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ UN-ൽ ഇത് ഉന്നയിക്കപ്പെടുകയോ UN ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പഠനം നടത്തുകയോ ആ രീതിയിലല്ല, മറിച്ച് അമേരിക്ക പോലെയുള്ള രാജ്യങ്ങൾ പലപ്പോഴും ഇതിനെ ഒരു ചെറിയ മെൻഷനായിട്ട് പറയുന്നുണ്ട്. അമേരിക്ക പറയേണ്ട രീതിയിലത്തേക്ക് ആനുപാതികമായിട്ട് അവരത് പറയുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഉണ്ടാകുന്നില്ല. പക്ഷേ ഇത് അവിടെ നടക്കുന്ന ഒരു പ്രശ്നമാണ്. അതായത് ഉയ്ഗുർ മുസ്ലിങ്ങളെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഹിറ്റ്ലറിൻ്റെ കാലത്ത് ജൂതന്മാരോട് ചെയ്തിരുന്നത് എങ്ങനെയാണ്, ആ ജീവിച്ചിരിക്കുന്ന പോപ്പുലേഷനെ കൊന്ന് ഇല്ലാതെയാക്കുക എന്നതായിരുന്നു നയം. പക്ഷേ ഇവിടെ ചെയ്യുന്നത് എന്താണ്, ഇപ്പോൾ ഉള്ള ആൾക്കാരെ കൊല്ലുക എന്നതല്ല, മറിച്ച് അവരുടെ ഓഫ് സ്പ്രിങ്സ് ഉണ്ടാകാതിരിക്കുക, അവരുടെ അടുത്ത തലമുറ ഉണ്ടാകാതിരിക്കുക എന്ന രീതിയിലത്തേക്ക് ഈ തലമുറയോടുകൂടി അവരുടെ വംശത്തിനെ അവസാനിപ്പിക്കുക എന്ന രീതിയിലത്തേക്കാണ്. അതുകൊണ്ടാണ് ഈ പറഞ്ഞിരിക്കുന്ന 100 ആയിരുന്നത് 60% കുറഞ്ഞ് 40 എന്ന രീതിയിലത്തേക്ക് മാറാനായിട്ട് ഇവർ ഡെൻസ്ലി പോപ്പുലേറ്റഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ പോലും ഇവർ ശ്രമിക്കുന്നത്. ഇത് ഒരുപക്ഷെ അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ത്യയിൽ സ്റ്റെറിലൈസേഷനുമായി ബന്ധപ്പെട്ട് വലിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു, വലിയ തർക്കങ്ങളുണ്ടായിരുന്നു. ഇത് ഗവൺമെൻറ് ആണോ തീരുമാനിക്കേണ്ടത്? ഗവൺമെൻറ് തീരുമാനിക്കുകയാണെങ്കിൽ ഏതളവ് വരെ എൻഫോഴ്സ് ചെയ്യാനായിട്ട് ഗവൺമെൻറ്റിന് സാധിക്കും? എല്ലാവർക്കും ഒരേപോലെ തന്നെ ബാധകമാകേണ്ടതല്ലേ തുടങ്ങിയ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ നമുക്കറിയാം, നമ്മളാണ് ലോകത്തിലെ ഏറ്റവും പോപ്പുലേറ്റഡ് ഉള്ള ഒരു രാജ്യം. അപ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ള ഒരു നടപടി സ്വീകരിക്കുകയാണെങ്കിൽ അത് മൊത്തത്തിലാണ്, അതായത് എൻഫോഴ്സ് ചെയ്യാനായിട്ട് സാധ്യമല്ല. നമുക്ക് ഒരാൾക്ക് ഒരു കുട്ടി എന്ന് കഴിഞ്ഞാൽ രണ്ടാമതൊരു കുട്ടി ഉണ്ടെങ്കിൽ ഇല്ല അത് പറ്റില്ല, നിങ്ങൾക്ക് ഇന്ന ശിക്ഷ നൽകുമെന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. കാരണം അതൊക്കെ ഓരോരുത്തരുടെ ആ കുട്ടിയെ വളർത്തുന്നതിനുള്ള ഫൈനാൻഷ്യൽ സ്റ്റാറ്റസും മറ്റുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിരിക്കുന്നതും കുറേ അളവ് വരെ അതൊരു പേഴ്സണൽ ചോയ്സുമാണ്. സർക്കാരിന് പറയാൻ പറ്റുന്നത് സർക്കാരിൻ്റെ റിസോഴ്സസ് എത്രത്തോളം ഇതിലേക്ക് പകുത്തു കൊടുക്കാനായിട്ട് സാധിക്കും, എവിടെയൊക്കെയാണ് ബോട്ടിൽ നെക്സ് എന്നത് മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ഇതൊരു അവയർനെസ്സിൻ്റെ ഭാഗമായിട്ട് ഇതൊക്കെ നടപ്പാക്കാം, എല്ലാവർക്കും ഇത് നടപ്പാക്കാം എന്നതിനപ്പുറത്തേക്ക് ഒരു മതവിഭാഗമല്ല. ഇപ്പോൾ ഇതിൽ എനിക്ക് തോന്നുന്ന ഏറ്റവും വലിയ കൗതുകം ഇതിൽ താലിബാൻ പ്രതികരിക്കാത്തതോ അമേരിക്ക പ്രതികരിക്കാത്തതോ അല്ല, മറിച്ച് ഈ ഇത്തരത്തിലുള്ള രാജ്യങ്ങളെ അല്ലെങ്കിൽ അവിടെയുള്ള പോളിസികളെയൊക്കെ തന്നെ പിന്തുണയ്ക്കുന്ന, ചൈനയെ വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ് എന്ന് ആവലാതിപ്പെടുന്ന നമ്മുടെ നാട്ടിലുള്ള കമ്മ്യൂണിസ്റ്റുകാർ പോലും ഇങ്ങനെ ഒരു വലിയ മനുഷ്യാവകാശ ലംഘനം, ഇങ്ങനെ ഒരു വംശീയ ഉന്മൂലനം, ഒരു അർത്ഥത്തിൽ അത് തന്നെയാണല്ലോ അവിടെ നടക്കുന്നത്. അത് നടക്കുന്ന സമയത്ത് അതിനോട് അവർ സ്വീകരിക്കുന്ന സമീപനമാണ് വളരെ ഇൻഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് സ്വീകരിച്ച് ഇതിലൊരു പ്രതികരണവും ഒരു പരസ്യ പ്രതികരണവും ഇല്ലാതെ അങ്ങനെയൊന്നും അവിടെ നടക്കുന്നതേ ഇല്ല എന്ന രീതിയിലേക്ക് വ്യാഖ്യാനിക്കാനായിട്ട് ഇവർ ശ്രമിക്കുകയാണ്. നമുക്കറിയാം, ശ്രീ MV ഗോവിന്ദൻ ടിയാനൻമെൻ സ്ക്വയറിൽ ഒരു പ്രശ്നവും നടന്നിട്ടില്ല എന്ന് സ്റ്റേറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ അസംബ്ലിയിലാണ്. അപ്പോൾ ലോകത്തെല്ലാവരും ആ ടാങ്ക്മാൻ ഉൾപ്പെടെയുള്ള ആൾക്കാരെ കണ്ടിട്ടുള്ളപ്പോൾ അവിടെ എന്ത് പ്രശ്നം, അവിടെ ഒരു പ്രശ്നമില്ല, മറ്റുള്ള ആൾക്കാർ പറഞ്ഞു പരത്തുന്നതാണ് എന്ന് ഒരു അസംബ്ലിയിൽ പോലും പറയാനായിട്ട് യാതൊരു വിധത്തിലുള്ള സങ്കോചവും ഇല്ലാത്ത നേതാക്കന്മാരുള്ള നാട്ടിൽ ഉയ്ഗുർ മുസ്ലിങ്ങളോടുള്ള വംശീയമായിട്ടുള്ള അവരെ ഉന്മൂലനം ചെയ്യാനുള്ള പദ്ധതിയോട് എത്രത്തോളം അതിനെ ഇവർ അപലപിക്കാൻ ശ്രമിക്കും എന്നതൊക്കെ തന്നെ നമുക്ക് അറിയാവുന്നതാണ്.
പക്ഷേ എങ്കിൽ പോലും മറ്റെവിടെയെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ ചൈനയുമായി ബന്ധപ്പെട്ട് നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു വിമർശനം ഉണ്ടാകുമ്പോൾ ഉടനെ തന്നെ ചൈനയെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നു എന്നൊക്കെ പറയുന്ന ആൾക്കാർ ഇതൊക്കെ കാണേണ്ടതാണ്. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ ന്യൂനപക്ഷ സ്നേഹം പറയുന്ന, ന്യൂനപക്ഷങ്ങളുടെ താല്പര്യങ്ങളുടെ സംരക്ഷകരായി നിൽക്കുന്ന ആൾക്കാരൊക്കെ തന്നെ അവിടെ നടക്കുന്ന ഈ പ്രശ്നങ്ങൾ, ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന പോലെ സ്ത്രീകൾക്കെതിരെയുള്ള, അവരെ വന്ധ്യംകരണത്തിന് വിധേയരായില്ല എങ്കിൽ കൊണ്ടുപോയി ഡിറ്റൻഷൻ സെൻ്ററുകളിലേക്ക്, എഡ്യൂക്കേഷൻ ക്യാമ്പുകളിലേക്കൊക്കെ തന്നെ തള്ളുന്ന രീതിയിലേക്കുള്ള സമീപനം, പുരുഷന്മാരെ നിർബന്ധിച്ച് വന്ധ്യംകരിക്കുന്ന രീതി, അതും വളരെ മാസീവ് സ്കെയിലിൽ നടത്തിയതിനു ശേഷം അവരുടെ പോപ്പുലേഷൻ അത്രത്തോളം കുറച്ചു കൊണ്ടുവരാനുള്ള ഒരു പരിപാടി അവിടെ നടക്കുന്ന സമയത്ത് അതിനോട് പ്രതികരിക്കാനായിട്ട് നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരും ഇല്ല എന്നുള്ളതാണ്. ഈ അടുത്ത തവണ ഇവർ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അവദാനങ്ങളൊക്കെ വാഴ്ത്തുന്ന സമയത്ത് ഇവരോട് ആൾക്കാർ ചോദിക്കണം, നിങ്ങൾ ഉയ്ഗൂർ മുസ്ലിങ്ങളോടുള്ള ട്രീറ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ട് എന്താണ് പറയുന്നത്? നമുക്കറിയാമല്ലോ, നമ്മുടെ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ ലോകത്ത് എവിടെയെങ്കിലും ഒരു ഈച്ച ഇറങ്ങിയാൽ പോലും ഉടനെ തന്നെ അവരുടെ വെബ്സൈറ്റിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കുന്നതാണ്. പക്ഷേ ഈ ഉയ്ഗൂർ മുസ്ലിങ്ങളുടെ കാര്യത്തിൽ എത്രത്തോളം താല്പര്യത്തോടു കൂടി, എത്രത്തോളം ആത്മാർത്ഥതയോടുകൂടി ഇവർ പെരുമാറിയിട്ടുണ്ട് എന്നുള്ളത് ആലോചിച്ച് നോക്കുക. എന്ന് പറഞ്ഞാൽ ഇവരുടെ താല്പര്യം, ഇവരുടെ അലൈൻമെൻറ്റ് എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിനോടോ അവരുടെ പ്രത്യയശാസ്ത്രത്തിനോ പോലുമല്ല, അതിനോട് പോലുമോ അല്ല, മറിച്ച് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് മാത്രമാണ് എന്ന് തോന്നിപ്പോകുന്ന അവസരങ്ങളാണ്. അപ്പോൾ ആ ധാരണ തിരുത്തണമെങ്കിൽ നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും ഒരു സഖാവെങ്കിലും ഇതിനെ ഒന്ന് എതിർത്തിട്ട് ഒരു പോസ്റ്റ് ഇട്ടാൽ നന്നായിരിക്കും. കാരണം അത്രത്തോളം വലിയ നരാധമ പ്രവൃത്തിയാണ് ചൈനയിൽ നടക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് പുറത്തേക്ക് വിവരങ്ങൾ വരുന്നതിന് മാധ്യമങ്ങൾക്കുള്ള നിയന്ത്രണം അവിടെ ഉണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതല്ലാതെ അവിടെ ഈ നടക്കുന്ന ബർത്ത് റേറ്റ് ഡിക്ലൈൻ എന്ന് പറയുന്നത് ഉയ്ഗൂർ മുസ്ലിങ്ങളുടെ ഇടയിലെ ഒരു യാഥാർത്ഥ്യമായിട്ട് അവിടെ നിൽക്കുകയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.